ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കനാണ്. അതിനായി ചിക്കൻ ഇതേപോലെ വരഞ്ഞെടുക്കുക. ഇതിലേക്ക് ചിക്കൻ മുങ്ങി നിൽക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുക. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. ഇതിനായി ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക്, 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കാൻ ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു മുട്ടയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യുക. ഇനി കലക്കിയെടുത്ത മാവിലേക്ക് ചിക്കൻ പീസ് ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഈ ചിക്കൻ പീസിൽ നല്ല രീതിയിൽ ഈ മസാല തിരുമ്മി പിടിപ്പിച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി അടുത്ത സെക്കൻഡ് കോട്ടിങ്ങിനായി 2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. ബാറ്ററിൽ മുക്കി വെച്ചിരുന്ന ഓരോ ചിക്കൻ പീസും ഈ പൊടിയിലേക്കിട്ട് നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല രീതിയിൽ തട്ടിക്കുടഞ്ഞ് വേണം ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാൻ. എല്ലാ ചിക്കൻ പീസും ഇതേപോലെ ചെയ്യുക. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കാൻ വെക്കാം. ചിക്കനിൽ മൂന്നാമത്തെ കോട്ടിങ്ങിനായി ഫസ്റ്റ് ബാറ്ററിൽ ഒന്നും കൂടെ ഡിപ്പ് ചെയ്ത് മൈദാപ്പൊടിയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് തട്ടിക്കുടഞ്ഞ് ശക്തിയായിട്ട് തട്ടിക്കുടഞ്ഞ് ക്രംസ് ഉണ്ടാകുന്ന രീതിയിൽ എടുക്കുക. ഇങ്ങനെ ചെയ്ത ഓരോ ചിക്കനും ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഓയിൽ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. ഓയിൽ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പുറമേ കരിഞ്ഞു പോവുകയും ഉള്ളു വേകാതാവുകയും ചെയ്യും. അത് കാരണം ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.